പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിലെത്തുന്നുണ്ട്. 11,100 കോടിയുടെ വികസന പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത്. പുതിയ വിമാനത്താവളവും നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും ഒക്കെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. വിവരങ്ങളുമായി അനുജ പ്രസാദ് ചേരുന്നു. അനുജ, വിവിധ രാഷ്ട്രീയ മുതലെടുപ്പുകളും ആരോപണങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും വികസനങ്ങൾ മുൻനിർത്തി അയോധ്യയിലേക്ക് ഇന്ന് പ്രധാനമന്ത്രി എത്തുകയാണ്. നിരവധി വികസന പദ്ധതികളാണ്, ഏതാണ്ട് 11,100 കോടിയുടെ മൂല്യം മതിക്കുന്ന പദ്ധതികളാണ് നാടിന് സമർപ്പിക്കുന്നത്, രാജ്യത്തിന് സമർപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങളെല്ലാം കത്തി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഇന്ന് രാവിലെ 10:45 അദ്ദേഹം എത്തിച്ചേരുക. 11:15 ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ ഇത് രണ്ടുമാണ്. അതായത് 11:15 പുതുക്കിയ റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. അതുപോലെ തന്നെ 12:15 പുതിയ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ മെഗാ റാലി ഉണ്ടാവും. 1.5 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന റാലി ഇത്. അതുപോലെ തന്നെ റോഡ് ഷോയും റെയിൽവേ സ്റ്റേഷൻ മുതൽ വിമാനത്താവളം വരെയുള്ള റോഡ് ഷോയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്ന് പ്രധാനമന്ത്രി എത്തുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് രണ്ടുമാണ്. ഇത് കൂടാതെ തന്നെ 11,000 കോടിയുടെ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം. ഇതിൽ 11,000 കോടി പദ്ധതികളുടെ പ്രഖ്യാപനവും നിലവിൽ 11,000 കോടി രൂപയുടെയും പദ്ധതികളും അതുകൂടാതെ തന്നെ 4,600 കോടിയോളം രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും ഇന്നത്തെ ചടങ്ങിലുണ്ട്. എന്തായാലും അതുപോലെ തന്നെ 2 പുതിയ അമൃത് ഭാരത് അതുപോലെ തന്നെ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ട്. 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളാണ്. ഇതെല്ലാം മോദി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. പ്രധാനമന്ത്രി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. നവീകരിച്ച 4 റോഡുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ഇങ്ങനെ വലിയ രീതിയിലുള്ള, അതായത് 10:45 എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇത്തരം വലിയ രീതിയിലുള്ളൊരു ഷെഡ്യൂൾ, അതായത് ഈ ഉദ്ഘാടനങ്ങൾ തന്നെ ഇന്നത്തെ ദിവസം തന്നെ ഇത്രയും ഉദ്ഘാടനങ്ങൾ തന്നെ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 22-ാം തീയതി നടക്കുന്ന ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള ഒരു ആരംഭം എന്ന് തന്നെ വേണമെങ്കിൽ ഇന്നത്തെ ഒരു സന്ദർശനത്തിന് അത്ര പ്രാധാന്യത്തോട് തന്നെയാണ്. ശരി അനുജ പ്രസാദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.